വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി സണ്ണി ജോസഫ് എംഎൽഎ രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ഇത്തവണ പിണറായി വിജയനെ നേരിടാൻ അതിശക്തനായ സ്ഥാനാർത്ഥിയെ UDF ഇറക്കുമെന്ന സൂചന അദ്ദേഹം നൽകി. ഒപ്പം മുന്നണി വിപുലീകരണത്തെക്കുറിച്ചും ലീഗിന്റെ ഇടപെടലുകളെ കുറിച്ചും അദ്ദേഹം മനസ്സ് തുറന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോട്ടയായ ധർമ്മടത്ത് ഇത്തവണ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിനാണ് UDF തയ്യാറെടുക്കുന്നത്. പിണറായിക്കെതിരെ ധർമ്മടത്ത് കരുത്തുറ്റ അതിശക്തനായ സ്ഥാനാർത്ഥി തന്നെ വരും എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ തളച്ചിടുക എന്ന തന്ത്രപരമായ നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗമടക്കമുള്ള കക്ഷികൾ മുന്നണിയിലേക്ക് വരുന്നതിനെ കുറിച്ചും ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ വിസ്മയം എന്നത് ജനങ്ങളുടെ വലിയ പിന്തുണയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ജനങ്ങൾ UDFൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. ഭരണമാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും UDFനോടൊപ്പം വരുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് മുന്നണി ശക്തിപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. മുന്നണിയുടെ നന്മയ്ക്കായി ആർക്കും സംഭാവനകൾ നൽകാം. LDF പറയുന്ന 111 സീറ്റല്ല, ജനവിശ്വാസത്തിന്റെ കരുത്തിൽ UDF മികച്ച വിജയം നേടുമെന്നും കോഴിക്കോട്, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ UDFന് ലഭിച്ച ജനപിന്തുണ ഇതിന് തെളിവാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്തായാലും ധർമ്മടത്തെ സ്ഥാനാർത്ഥി നിർണയം മുതൽ മുന്നണി വിപുലീകരണം വരെ സണ്ണി ജോസഫ് നടത്തിയ ഈ പ്രതികരണങ്ങൾ UDF ക്യാമ്പുകൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. എന്തായാലും സണ്ണി ജോസഫിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ചർച്ച നടന്നു? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്നലെ KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, UDFന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക. അതാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത് വിപുലീകരിക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു. വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സംഘടനകളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. അതൊന്നും വേറൊരു പാർട്ടിയുടെ ഒരു ചർച്ചയും ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല. വിസ്മയം ജനങ്ങളുടെ പിന്തുണയല്ലേ, അതല്ലേ ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. കണ്ടില്ലേ, അന്നത്തെ ദിവസം തന്നെ ഉണ്ടായി. അങ്ങനെ എല്ലാവരെയും UDFന് പിന്തുണ നൽകുന്ന ജനവിഭാഗങ്ങൾ, ശരിതെറ്റിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ജനങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മാനിക്കുന്നവർ, കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ, അവർ UDFന്റെ കൂടെ വരും. മുന്നണിയുടെ നന്മയ്ക്കായി, മുന്നണിയുടെ ശാക്തീകരണത്തിനായി ആർക്കും അവരുടേതായ രൂപത്തിലുള്ള സംഭാവനകൾ ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതറിയില്ല. 100 111 മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ജനപിന്തുണ ഞങ്ങൾക്ക് കിട്ടി. 6 കോർപ്പറേഷനുകളിൽ 4 UDF ആണ്. ചിലത് നഷ്ടപ്പെട്ടത് അവരുടെ അധികാരത്തിന്റെ ദുരുപയോഗമാണ്. തിരുവനന്തപുരത്തെ വാർഡുകൾ UDF ജയിച്ചത് 18,000 വോട്ടുള്ള വാർഡിലാണ്. LDFും BJPയും ജയിച്ചത് 4,000 വോട്ടാണ്. കോഴിക്കോട് ഞങ്ങൾക്ക് ആകെ കോർപ്പറേഷൻ ഭരണം പോയത് 150 താഴെ വോട്ടുകൾക്കാണ്. ഇപ്പം ജനങ്ങൾ ഞങ്ങളുടെ ഭാഗത്താണ്. ആ ജനവിശ്വാസത്തിന്റെ കരുത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല. അതും തീരുമാനിച്ചിട്ടില്ല. ഒന്നുമില്ല, നിരുപാധികം. അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ലേ. ഇതുവരെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ സീറ്റ് ജയിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനാണ് ഞങ്ങളുടെ മുന്നൊരുക്കം, അതിനാണ് മുൻതൂക്കം, അതിനാണ് മുൻഗണന. തീരുമാനിച്ചിട്ടില്ല. എന്റെ കാര്യം പാർട്ടി തീരുമാനിക്കും. ഒന്നുമില്ല, അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ മത്സരിക്കണോ, ആര് മത്സരിക്കണം, അങ്ങനെ മത്സരിക്കുന്നെങ്കിൽ എന്താ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. ധർമ്മടത്ത് കരുത്തിട്ട സ്ഥാനാർത്ഥി വരും. അപ്പൊ ശരി.
രാഹുൽജി വരുന്നുണ്ട്. രാഹുൽജി 19-ാം തീയതി എറണാകുളത്ത് UDF കോൺഗ്രസിന്റെ മഹാപഞ്ചായത്തിൽ വരുന്നു. രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ഒപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. അതൊരു വ്യക്തിയെ വെപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ചോയ്സ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല.